ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസില് ഫസ്റ്റ് വീഡിയോ ഇടാണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ത്രില്ലിംഗ് ആയ ഒരു പുതിയ കഥ തന്നെ നമുക്ക് ആദ്യം കണ്ടാലോ. 2025 റിലീസായ ദ ഡെവിൾസ് ബ്രൈഡ് എന്ന ഒരു ഇന്തോനേഷ്യൻ ഹൊറർ കഥയാണ് കേട്ടോ നമ്മൾ കാണാനായി പോകുന്നത്. ഇന്തോനേഷ്യൻ ഹൊറർ കഥകൾ എന്ന് പറഞ്ഞാൽ വേറെ ലെവലല്ലേ. അപ്പോ ഈ ഒരു കഥ എങ്ങനെയുണ്ടെന്ന് നമുക്ക് വേഗം വീഡിയോ കാണാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഒന്ന് പറഞ്ഞു സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ എറിക്കയെ കാണിച്ചുകൊണ്ടാണ്. എറിക്ക മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവളെ ആ വീട് വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അവൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അവന്റെ സൗന്ദര്യം കണ്ട് അവൾ മതി മറന്ന് നിൽക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അവൻ എങ്ങോട്ടേക്ക് പോയി എന്നറിയില്ല. അവിടെ എങ്ങും അവനെ കാണുന്നില്ല. ആ സമയത്താണ് അവിടെയുള്ള മനോഹരമായ പൂക്കൾ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വേഗം തന്നെ അവൾ ആ പൂക്കളുടെ സുഗന്ധം ആസ്വദിച്ചു നിൽക്കുന്ന ആ ഒരു സമയത്ത് ഉടനെ ആ ഒരു ചെറുപ്പക്കാരൻ അവളുടെ അടുത്തേക്ക് എത്തുകയും അവളെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവർ കുറച്ച് ടൈം പ്രൈവറ്റായി സ്പെൻഡ് ചെയ്യാനായി ബെഡ്റൂമിലേക്ക് പോകുന്നു. ഈ ഒരു സമയം അവൾക്ക് ആ സുന്ദരനായ ചെറുപ്പക്കാരന്റെ കൂടെ സമയം ചെലവഴിക്കുന്നതിന്റെ സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു ഡെവിളാണ് എന്നത് നമുക്ക് കാണാം. അവളത് അറിഞ്ഞതേയില്ല. എന്തായാലും അങ്ങനെ ഇവിടെ ഇവർ സമയം ചെലവഴിക്കുമ്പോഴേക്കും തന്റെ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് എറിക്ക ഉണരുകയാണ്. ഇതൊരു ദുസ്വപ്നം എന്ന് പറയണോ നല്ല സ്വപ്നം എന്ന് പറയണോ എന്നറിയില്ല. എന്തായാലും അവൾക്കിത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു സ്വപ്നമാണ്. ഇതിലെ രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വപ്നത്തിൽ അവളുടെ വസ്ത്രം ശരീരത്തിൽ നിന്ന് മാറുന്ന കണക്കൊക്കെ തന്നെ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴും അവളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ മാറാറുണ്ട്. അവളാകട്ടെ ആ ഒരു സ്വപ്നത്തിന്റെ ഹാങ് ഓവറിൽ ചിരിച്ച് നാണിച്ചുകൊണ്ട് വസ്ത്രമൊക്കെ നേരെ പിടിച്ചിട്ട് എണ്ണീറ്റ് പോയി. സമയം നോക്കുമ്പോഴേക്കും വെളുപ്പിന് 4 മണി. അവൾ ഒരുപക്ഷെ ഈ ഒരു സ്വപ്നമൊക്കെ ആസ്വദിക്കുന്നുണ്ടാവാം. എന്തായാലും അങ്ങനെ അവൾ നേരെ കിച്ചണിലേക്ക് ചെന്ന് ഒരു കോഫി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് അവിടേക്ക് നമ്മുടെ കഥാനായകനായ ഏരിയലിന്റെ വരവ്. ഏരിയൽ എറിക്കയുടെ ഹസ്ബൻഡാണ്. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാണ്. അവളാകട്ടെ അവനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ അവൻ അതിനെപ്പറ്റി ചോദിക്കുന്ന ടീം നിനക്ക് 12 മണിക്ക് ഡ്യൂട്ടി തീരില്ലേ, ഇത്രയും നേരം എവിടെ ആയിരുന്നെല്ലാം അവൾ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് ഓവർ ടൈം ഉള്ള കാര്യം നിനക്ക് അറിയാവുന്നല്ലെന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾ അതിന്റെ പേരിലും ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ശരി പോയി റെഡി ആവുക, ഡ്രസ്സ് കറക്റ്റ് ആയിട്ട് ഹാങ്കറിൽ തന്നെ തൂക്കിയിട്ട് അവിടെ ഇവിടെ എറിയരുതെന്നൊക്കെ അവൾ നിർദ്ദേശം നൽകുന്നുണ്ട്. അങ്ങനെ ഏരിയൽ കറക്റ്റ് അവന്റെ ആ ഒരു ഡ്രസ്സ് ഹാങ്കറിന്റെ അവിടെ കൊളുത്തിയിടുന്നുണ്ടെങ്കിലും മുന്നേ നമ്മളൊരു ഡെവിളിനെ കണ്ടിരുന്നില്ലേ. എറിക്കയുടെ കൂടെ തന്നെ ആ ഡെവിളുണ്ട്. പക്ഷെ അവൾ അതിനെ അറിയുന്നില്ല എന്ന് മാത്രം. എന്തായാലും ആ ഡെവിൾ ഇപ്പോ അതിന്റെ കൊടൂരമായ കൈകൾ നീട്ടി ഏരിയൽ ഹാങ്കറിൽ കൊളുത്തിരുന്ന ആ ഒരു ഡ്രസ്സ് തട്ടി താഴെ ഇടുന്നു. ആ തോണി താഴെ കിടക്കുന്ന കാണുന്ന എറിക്കയ്ക്ക് ദേഷ്യം വരുന്നു. ഒരു കാര്യം പറഞ്ഞ ഈ മനുഷ്യൻ മര്യാദയ്ക്ക് ചെയ്യില്ല എന്ന് പുറവൃത്തവൾ അത് ഹാങ്കറിൽ എടുത്തിടുന്നുണ്ട്. ഈ സമയം അവിടെ കേരിൽ എത്തുമ്പോഴേക്കും അവൾ കഴിക്കാനായി ഒന്നും നൽകുന്നില്ല, ഒരു കോഫി മാത്രം നൽകുന്നുണ്ട്. എനിക്ക് വിശക്കുന്നു എന്ന് അവൻ പറയുമ്പോൾ അവൾ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ജോലി ഉള്ളതുകൊണ്ടല്ല ഈ സമയത്ത് വരുന്നത്, നീ അത് മനസ്സിലാക്കി, എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ താന്ന് അവൻ വീണ്ടും പറയുമ്പോൾ ജോലി ഉണ്ടെന്നും പറഞ്ഞ് ഭാര്യയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് മാത്രമല്ല ജോലി, എനിക്കുണ്ട്. ഞാനും ജോലി കഴിഞ്ഞ് ആ ഒരു ക്ഷീണത്തിൽ കിടന്നുറങ്ങുമ്പോൾ ഈ പാതിരാത്രി നിങ്ങൾ കാരണം ഞാൻ ഇവിടെ വന്നിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് എന്നെല്ലാം അവളിങ്ങനെ പിറുവിറുക്കുമ്പോൾ പിന്നെ ഏരിയൽ കൂടുതൽ അവിടെ സംസാരിക്കാൻ നിൽക്കാതെ എഴുന്നേറ്റ് പോകുന്നു. എന്തായാലും അടുത്ത ദിവസമായിട്ട് ഏരിയൽ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീറ്റ് വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എറിക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാനായി അവൻ ഇരിക്കുമ്പോഴേക്കും അവളാകട്ടെ അവനെ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ അന്ന് തന്റെ കാര്യം നോക്കി റെഡിയാവുന്ന എറിക്ക ഏരിയലിനോട് ഒരു വാക്ക് പോലും മിണ്ടാതെ അവളുടെ ജോലിക്ക് പുറപ്പെട്ടു പോകുന്നു. എറിക്ക ജോലി ചെയ്യുന്നത് ഒരു വെയർ ഹൗസിലാണ്. അവിടെ എത്തി ജോലി ഓരോന്നും ചെയ്ത് നിൽക്കുന്നവൾക്ക് തന്റെ അടുത്ത് ആരോ ഉള്ള കണക്കൊരു ഫീൽ വരുന്നുണ്ട്. അവൾ വേഗം തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോഴേക്കും അവളുടെ ഒരു സഹപ്രവർത്തക ഠോ എന്നും പറഞ്ഞ് അവളെ പേടിപ്പിക്കുന്നുണ്ട്. അവളുടെ ആ ഒരു വരണ്ടുള്ള നിൽപ്പ് സത്യത്തിൽ ഇവർ പേടിപ്പിച്ചതിന്റെ അല്ല, മറിച്ച് മുന്നേ ആരോ തന്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ അവൾക്ക് വന്നിരുന്നല്ലോ. തിരിഞ്ഞു നോക്കിയപ്പോ ആരെയും കണ്ടിരുന്നില്ല, അതിന്റെയാണ്. അവരായിട്ട് നീ എന്തിങ്ങനെ വരണ്ടു നിൽക്കുന്നത്, ഓ വീണ്ടും നീയും ഹസ്ബൻഡും തമ്മിൽ വഴക്കായോ എന്ന് ചോദിക്കുമ്പോൾ എറിക്ക അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. എറിക്ക അവളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇവരുമായി ഷെയർ ചെയ്യാറുണ്ട്. ഏരിയലുമായി അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെ ഇവരോട് പറയാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏരിയലിനെ ഡിവോഴ്സ് ചെയ്യുന്നതിനെ പറ്റി എറിക്ക ഇപ്പോൾ ആലോചിക്കുന്ന എന്ന രീതിയിൽ അവരോട് സംസാരിക്കുമ്പോഴേക്കും ഡിവോഴ്സ് ഒക്കെ ഇത്ര നിസാരമായിട്ട് പറയേണ്ട കാര്യങ്ങളാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ നടക്കുന്നത് വലിയ പ്രശ്നങ്ങളൊക്കെയാണോ, എനിക്കൊരു സ്വപ്നം വരാറുണ്ടെന്ന് നീ പറഞ്ഞിട്ടില്ലേ, ആ സ്വപ്നം വന്ന ശേഷമല്ലേ നീയും ഏരിയലും തമ്മിൽ ഈ വഴക്ക് നടക്കുന്നതെന്നെല്ലാം ആ ഒരു സുഹൃത്ത് ചോദിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടല്ലേ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്ന് കംപ്ലൈന്റ് പറയുന്ന എറിക്ക പണ്ട് താനും ഏരിയലും ഡേറ്റ് ചെയ്തിരുന്ന സമയത്ത് അവൻ എത്ര കെയറിംഗ് ആയിരുന്നു, തനിക്ക് എന്തുമാത്രം ഗിഫ്റ്റുകൾ തരുമായിരുന്നു, തന്നെ എന്തോരം സർപ്രൈസ് ചെയ്യുമായിരുന്നു, എത്ര കാര്യമായിട്ടായിരുന്നു പെരുമാറിയത്. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല, തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ജോലി എന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഭയങ്കരമായി നിരാശയിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഞാനൊരു വഴി പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം പ്രണയിക്കുന്ന
ഇരിക്കുന്ന സമയത്തുള്ള ആ ഒരു ഇന്റിമസി ഇല്ലാത്തതാണ്. നിങ്ങൾ എന്നാ ലാസ്റ്റ് ആയി ഒന്നിച്ചുറങ്ങിയതെന്ന് അവർ ചോദിക്കുമ്പോൾ ഒരു 6 മാസം മുന്നേ ആയിരിക്കും ഇവരൊക്കെ പറയുമ്പോൾ 6 മാസമോ പിന്നെ എങ്ങനെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കും. റിലേഷൻഷിപ്പിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കാൻ വളരെയേറെ സഹായിക്കും. അതുകൊണ്ട് ഇന്ന് നീ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ജോലി കഴിഞ്ഞെത്തുന്ന നിന്റെ ഹസ്ബൻഡിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ നിങ്ങൾ ഇന്ന് ഒന്നിക്കണം, അതിനൊരു എഫേർട്ട് നീ എടുക്കണം. എന്നാലും നിങ്ങൾക്കിടയിൽ ഇപ്പൊ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടുമെന്നായിരുന്നു അവരുടെ ഉപദേശം. അങ്ങനെ എന്തെങ്കിലും ആ ഒരു ഉപദേശം സ്വീകരിക്കുന്നവൾ അന്ന് അവന് വേണ്ടി ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ റെഡിയാക്കി കാത്തിരിക്കുന്നുണ്ട്. സാധാരണ അവൻ ജോലി കഴിഞ്ഞെത്തുമ്പോൾ അവൾ ഒരു മുഷിപ്പോട് കൂടിയാണ് എണ്ണീറ്റ് ഡോറ് തുറക്കുകയും അവന് വേണ്ടി കോഫി ഇടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അവൾ വളരെ ഹാപ്പിയായി അവന് വേണ്ടി അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കുകയാണ്. അങ്ങനെ അവൻ എത്തിയപാടെ വളരെ സ്നേഹത്തിൽ അടുത്തേക്ക് ചെന്നവൾ അവന്റെ അടുത്ത് ആ ഒരു തുടക്കം ഇടുന്നുണ്ട്. അങ്ങനെ അവർ അന്ന് ഹാപ്പിയായി ഒന്നിച്ച് ടൈം കുറെ നാളുകൾക്ക് ശേഷം സ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ആ ഒരു ഡെവിൾ ഇതെല്ലാം വളരെ അസ്വസ്ഥനായി നോക്കി കാണുന്നുണ്ട് നമുക്ക് കാണാം. എന്തായാലും അതിനുശേഷം ഉറങ്ങുന്ന എറിക്കയുടെ അടുത്തേക്ക് എത്തുന്ന ആ ഡെവിൾ അവളുടെ വയറ്റിൽ ഒരു പൂ വെച്ച് നീ എന്റേതാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് നീ എന്നൊക്കെ പറഞ്ഞ് അവള് ഭയങ്കര അധികാരം സ്ഥാപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആകെ പേടിയാവുന്നവൾ ആ ഒരു സമയം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോഴേക്കും അവളാകട്ടെ അവളുടെ ആ ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നു. മുന്നേ അവൾക്ക് ഒരു സുന്ദരനായ ചെറുപ്പക്കാരന്റെ കൂടെ ഒന്നിച്ചുള്ള കണക്കൊരു സ്വപ്നമാണ് വരുന്നതെങ്കിൽ ആ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ അവളിൽ അധികാരം സ്ഥാപിക്കാനായി ശ്രമിക്കുന്നതായും അവളെ വല്ലാതെ പേടിപ്പെടുത്തുന്നതായും ഒക്കെയാണ് അവൾക്കിപ്പോ തോന്നുന്നത്. എന്തായാലും അവൾ ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോഴേക്കും അന്നും അവൾ അത് ഒരു ദുസ്വപ്നമായി കണ്ടതാണ്. എന്തായാലും അവൾ ആ ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നുണ്ട്. എപ്പോഴത്തെയും കണക്ക് പക്ഷെ ഒരു പുഞ്ചിരി ഇന്ന് അവളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നു. കാരണം സ്വപ്നത്തിൽ ആ ഒരു ഡെവിൾ അവളുടെ വയറ്റിൽ വെച്ച ആ ഒരു പൂ ഉണ്ടല്ലോ അതിപ്പോ റിയലായി അവളുടെ ബെഡിൽ കിടക്കുന്നു. ഇതൊരു സ്വപ്നം മാത്രമാണെന്ന് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവൾ പോകുന്നുണ്ടെങ്കിലും അവൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ഏരിയയിലാവട്ടെ അവൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇവർ വളരെ സ്നേഹത്തിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ അവനെ കാണുന്ന അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവളാകട്ടെ ഇതൊക്കെ നീ എനിക്ക് ചെയ്തു തന്നിട്ട് എത്ര നാളുകളായി എന്നറിയാവുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ ഇപ്പൊ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയ ആ ഒരു സമയത്ത് പ്രണയിച്ച സമയത്തുണ്ടായിരുന്ന ആ ഒരു കെയറൊന്നും അവൻ കൊടുക്കുന്നില്ലെന്നതാണല്ലോ അവളുടെ കംപ്ലൈന്റ്. അവൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഇനി ഞാൻ ആ തെറ്റൊന്നും ആവർത്തിക്കില്ല എന്ന് പറയുന്നവൻ പ്രണയിച്ചിരുന്നപ്പോ അവളുടെ സൗന്ദര്യമൊക്കെ എങ്ങനെ വർണ്ണിക്കാറുണ്ടായിരുന്നോ അതേ കണക്കൊക്കെ ഇപ്പോ സ്വീറ്റ് ആയി സംസാരിക്കുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി. അത് മാത്രമല്ല അന്ന് അവനാണ് അവളെ ജോലി സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ അവൻ ജോലിക്ക് പോയ ശേഷം തന്റെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന എറിക്കയ്ക്ക് കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ വന്ന അതേ പൂ ഇപ്പതേ അവൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് കാണാനായി സാധിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു പൂ വരേണ്ട കാര്യമില്ല. അവൾ അതുകൊണ്ട് തന്നെ അമ്പരന്ന് ആ പൂ എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് മറ്റൊരു കൈ ആ പൂ തട്ടി മാറ്റുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ അവൾ സ്വപ്നത്തിൽ കാണുന്ന ആ ഒരു പയ്യൻ പക്ഷെ പിറകിലൊരു കണ്ണാടി ഉണ്ടായിരുന്നു. ഇയാളിങ്ങനെ ഇവിടെ എത്തി ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ട ഒരാളല്ലേ ഇയാള് ശരിക്കും ജീവനോടുള്ള ഒരാളാണോ എന്ന രീതിക്ക് അവൾ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ആ പിറകിലെ കണ്ണാടിയില് അയാളുടെ റിഫ്ലക്ഷനില് ഒരു കൊടൂര ഡെവിളിനെയാണ് അവൾ കാണുന്നത്. അവൾ പേടിച്ച് അലമുറ ഇടുമ്പോഴേക്കും അത് അവളെ പിന്തുടർന്ന് പുറകെ എത്തുന്നുണ്ട്. തുടർന്ന് പേടിച്ചോടി അവൾ ആകെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നത് കൊണ്ട് തന്നെ ടോയ്ലറ്റിലേക്ക് ഓടിച്ചെന്ന് വോമിറ്റ് ചെയ്യുന്നത് മുഴുവൻ രക്തമായിരുന്നു. അവിടെയും ആ ഒരു ഡെവിൾ അവളെ പിന്തുടർന്നെത്തി. അവൾ പേടിച്ചിവിടെ ശബ്ദമുണ്ടാക്കുമ്പോൾ അത് അവളുടെ ആ കൊളിക്ക് കേൾക്കുകയും എന്ത് പറ്റിയെന്ന് ചോദിച്ച് അവിടേക്ക് വരുമ്പോഴേക്കും ആ ഡെവിൾ അവിടെ നിന്ന് മാറി എന്നത് മാത്രമല്ല അവളും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. ഈ സമയം അവൾ വാഷ് ബേസിനില് രക്തമൊക്കെ ഛർദ്ദിച്ചിട്ടിരിക്കുന്ന കാഴ്ച ആ കൊളിക്ക് കാണുന്നുണ്ട്. എന്തായാലും അന്ന് വളരെ ഡിസ്റ്റർബ്ഡ് ആയി ഒരു ചെറിയ ഷോപ്പിൽ കോഫി കുടിച്ച് അവൾ ഇരിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് അടുത്തേക്ക് എത്തുന്നു. അവളും ഏരിയയിലും പ്രണയിച്ചിരുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു സുഹൃത്താണിത്. അവരുടെ റിലേഷൻഷിപ്പിന്റെ വിശേഷങ്ങളും അവരുടെ കുഞ്ഞിനെ പറ്റിയുള്ള പ്ലാൻ എന്താണ് എന്ന കാര്യങ്ങളൊക്കെ കുറച്ചു നേരം ആ ഒരു ഫ്രണ്ട് അങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഏരിയലിനാണ്. ഏരിയൽ അന്ന് ജോലി കഴിഞ്ഞ് വരുന്ന സമയം അവൻ എങ്ങോട്ടേക്കോ വളരെ സ്പീഡിൽ എറിക്ക നടന്നു പോകുന്നത് കാണുന്നു. ഇവളിതിപ്പോ ഇവിടെ പോവാണെന്ന് ചിന്തിച്ച് അവൻ ഫോളോ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് അവളുടെ ഒരു നിലവിളിയാണ് അവൻ കേൾക്കുന്നത്. അവൾ അപ്പോഴേക്കും അവന് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിലായിരുന്നില്ല ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് എന്ത് പറ്റിയെന്ന ടെൻഷനിൽ അവൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അവനാകട്ടെ ഒരു ഗർഭിണിയായി നിൽക്കുന്ന കണക്കുള്ള എറിക്കയാണ് കാണുന്നത്. അവളുടെ ആ ഒരു നിറവയറിൽ നിന്ന് ഒരു ചോര കുഞ്ഞ് പുറത്തേക്ക് വരികയും ആ കുഞ്ഞ് അവന്റെ നേരെ എഴിഞ്ഞു വരികയും ചെയ്യുമ്പോൾ ആ കാഴ്ച എല്ലാം കണ്ട് അവൻ ആകെ പേടിച്ച് അവിടെ നിന്ന് തിരിഞ്ഞോടാനെ ഒരുങ്ങുമ്പോഴേക്കും അവന്റെ ജോലി സ്ഥലത്തിന് അടുത്ത് വെച്ചാണ് ഈ സംഭവം. അവന്റെ ഒരു സുഹൃത്ത് അവിടെ വെച്ച് ഏരിയലിനെ കാണുകയും നീ എന്തേ പേടിക്കുന്നത് അവിടെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ കാണിക്കുമ്പോഴാണ് അവനും താനപ്പോ ഇത്രയും നേരം കണ്ടതൊക്കെ വെറും തോന്നലായിരുന്നോ എന്ന ഒരു രീതിക്ക് ആവുന്നത്. എന്തായാലും അന്ന് ജോലി കഴിഞ്ഞ ഏരിയൽ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി എറിക്കെ കാത്തിരിക്കുകയാണെങ്കിലും അവനാകട്ടെ അവന് വന്ന ആ ഒരു തോന്നലുണ്ടല്ലോ അതിന്റെ പുറത്ത് അവളെ ഫേസ് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മനസ്സ് വരുന്നേയില്ല. അവൻ എനിക്ക് ആഹാരം വേണ്ട, ഞാൻ വളരെ ടയർഡ്, ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവളെ ഇഗ്നോർ ചെയ്ത് പോയി കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങിയെന്ന് പറഞ്ഞാൽ അവളുടെ മുന്നേ ഉറങ്ങിയ കണക്ക് കാണിക്കുന്നേ ഉള്ളൂ. അവന് പക്ഷെ മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അവളെ ഒരു ഗർഭിണിയായി കണ്ടതും വയറ്റിലെ ആ കുഞ്ഞിനെ കണ്ടതും ഒക്കെ തന്നെ അവനെ വളരെ ഡിസ്റ്റർബ് ചെയ്ത ഒരു കാര്യമായിരുന്നു. അവൻ അത് ആലോചിച്ച് ഒരു സ്വസ്ഥതയില്ലാണ്ടിരിക്കുകയാണ്. എന്തായാലും അവളും ആകെ സങ്കടത്തിലാവുന്നുണ്ട്. അവന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി കാത്തിരുന്നപ്പോ ഇങ്ങനെയാണല്ലോ അവൻ കാണിച്ചതെന്ന്. എന്തായാലും അടുത്ത ദിവസമായിട്ട് അവൾക്ക് തീരെ വയ്യ. അതുകൊണ്ട് തന്നെ ഒരു ലേഡി വീട്ടിൽ വന്ന് അവളെ പരിശോധിക്കുന്നുണ്ട്. അവളുടെ ദേഹത്തൊക്കെ വല്ലാതെ പെയിൻ ഒക്കെ അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ അവർ ബോഡി മസാജ് ഒക്കെ ചെയ്തു കൊടുക്കുകയാണ്. ഈ സമയം വയറ് മസാജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. ഏതാണ്ട് ഒരു 3 മാസത്തോളമായിട്ടുണ്ട്
ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നവർ ആ കാര്യം പറഞ്ഞ് അവർക്ക് കൺഗ്രാറ്റുലേഷൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഏരിയയിൽ ആകെ ടെൻഷനാണ്. കാരണം ഈ 3 മാസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നേ ഇല്ല. കാരണം ഒരു 6 മാസം മുന്നേ ആയിരുന്നു ഇവർക്കിടയിൽ കോൺടാക്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് വീണ്ടും ഇവർ ഒരു ഹാപ്പി ലൈഫ് എന്ന ട്രാക്കിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ എങ്ങനെ ഈ 3 മാസം എന്നത് അവന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെ എറിക്കയ്ക്ക് അറിയാമെങ്കിലും അവൾ പക്ഷേ ഈ ഒരു കുഞ്ഞിന്റെ കാര്യം കേട്ട് വളരെ ഹാപ്പിയായി അതെടുക്കുന്നു. അല്ലാതെ ഇതിനെപ്പറ്റി ആ ഒരു 3 മാസത്തെ കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കുന്നേ ഇല്ല. അവൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ പറ്റി അവളുടെ ജോലി സ്ഥലത്ത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അവളുടെ ഒരു കൊളീഗ് ഉണ്ടല്ലോ, പുള്ളിക്കാരിക്ക് അറിയാലോ ഇവളും ഏരിയലും തമ്മിൽ അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവർ വീണ്ടും അടുപ്പത്തിലായതെന്ന്. അതുകൊണ്ട് തന്നെ ഈ 3 മാസത്തെ ഗർഭത്തിന്റെ ഒരു സാധ്യത അവിടെ ഇല്ല എന്ന കാര്യം കൊണ്ട് തന്നെ അവർക്ക് ആകെ ഒരു ഡൗട്ട്. അവരാകട്ടെ അവളെ ഒറ്റയ്ക്ക് കാണുമ്പോൾ, അല്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കഴിഞ്ഞ ദിവസം നീ ഇവിടെ രക്തം ഛർദ്ദിച്ചിരിക്കുന്ന കണ്ടു, അതിലെന്തോ പുഴുവൊക്കെ ഞരക്കുന്നുണ്ടായിരുന്നു, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്താ പ്രശ്നം, എനിക്ക് ഒരു പ്രശ്നമില്ല, ദേ നോക്ക് ഞാൻ ഗർഭിണിയാ, 3 മാസം വളരെ ഹാപ്പി ആയ ഒരു സമയത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് അവൾ മറുപടിയും പറയുന്നു. അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവർക്ക് എന്തോ പന്തികേട് തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ പിന്നീട് ഏരിയലിനെ കാണുമ്പോൾ അവനും ഈ ഒരു കുഞ്ഞിന്റെയും ഗർഭത്തിന്റെയും കാര്യമൊക്കെ കൊണ്ട് ആകെ പാടെ ഡിസ്റ്റർബ്ഡ് ആണ്. അന്ന് ജോലി സ്ഥലത്ത് വെച്ച് അവന് വളരെ ഭയാനകമായ ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവന്റെ ജോലി സ്ഥലത്തെ കാർ പാർക്കിംഗ് ഏരിയയിൽ ഒരു കുഞ്ഞ് നിലവിളിക്കുന്ന കണക്ക് ശബ്ദം കേട്ട് അവൻ അവിടേക്ക് ചെന്ന് പരിശോധിക്കുമ്പോൾ കുഞ്ഞിനെ ഒന്നും കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു ഡെവിൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് അവൻ ആകെപ്പാടെ പേടിച്ച് നിലവിളിച്ച് അവിടെ നിന്ന് ഓടുന്നു. അവൻ എന്താണിത്, ഒരു തോന്നൽ മാത്രമാണോ, റിയൽ ആയി താനത് കണ്ടോ എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടിയില്ല. അവന് വീണ്ടും അവിടെ ചെന്ന് പരിശോധിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു അവിടെ നിന്ന്. വീട്ടിലേക്ക് എത്തിയ ശേഷവും ആ ഒരു കാര്യങ്ങൾ അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. താൻ ഗർഭിണിയാണെന്ന ആ ഒരു ഹാപ്പിനെസ്സിൽ നടക്കുന്ന എറിക്കെ കാണുമ്പോൾ ആ ഒരു ടെൻഷൻ കുറച്ചുകൂടെ കൂടുന്നു. അതുകൊണ്ട് തന്നെ അവനായിട്ട് അവളുടെ ഫോൺ എടുത്ത് അവൾ കാണാതെ പരിശോധിക്കുന്നു. അതിൽ അവൾക്ക് കുറച്ച് പയ്യന്മാര് കോണ്ടാക്റ്റിലുണ്ടെന്ന് കാണുന്ന അവൻ ഇതൊക്കെ ആരാണെന്നൊക്കെ ചോദിച്ചാൽ അവളോട് തട്ടിക്കയറുമ്പോൾ ഇവരൊക്കെ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവരല്ലേ, അവരൊക്കെ ഇടയ്ക്ക് വിളിക്കാറും മെസ്സേജിക്കാറും ഉണ്ടല്ലോ, അതിനെന്താണ് മട്ടില് അവള് സംസാരിക്കുമ്പോൾ അവളെ വളരെയേറെ സംശയമുള്ള ഒരാളെ പോലെ അവൾ സംസാരിക്കുമ്പോൾ എന്തിനിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഈ കുഞ്ഞ് എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നീ ആരുടെയും കുഞ്ഞിനെ എന്റെ തലയിൽ കെട്ടിവെച്ച് തരണ്ടെന്നല്ല അവൻ ദേഷ്യപ്പെടുമ്പോൾ. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി പരിശോധിക്കാം, അപ്പൊ ഡൗട്ട് അങ്ങ് മാറുമല്ലോ എന്ന് അവളും പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് രണ്ടുപേരും വളരെ ഷോക്കിംഗ് ആയ ഒരു കാര്യമാണ് അറിയുന്നത്. മറ്റൊന്നുമല്ല, അവൾ പ്രഗ്നന്റ് അല്ല എന്നാണ് അവിടെ പരിശോധിച്ച് ഡോക്ടർ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും താൻ ഗർഭിണിയല്ല എന്ന കാര്യം അറിയുന്ന എറിക്കയ്ക്ക് അത് ഭയങ്കര ഷോക്കായി പോയി. പക്ഷെ ഏരിയലിന് കുറച്ച് സമാധാനമായി എന്ന് പറയാം. കാരണം അങ്ങനെ ഒരു കുഞ്ഞ് തങ്ങൾക്കിടയിലേക്ക് വരികയാണെങ്കിൽ അതിൽ എന്തോ ഒരു വശപിശകുണ്ട് എന്നത് അവൻ കണക്കുകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എറിക്കായിട്ട് പിന്നീട് ജോലി സ്ഥലത്ത് വെച്ച് ആ ഒരു കൊളീഗിനോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡോക്ടർ ഞാൻ ഗർഭിണിയല്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എനിക്ക് എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ശരി നീ എന്റെ കൂടെ ഇന്ന് ജോലി കഴിഞ്ഞ ശേഷം വാ, നമുക്കൊരു ഉസ്താദിനെ കാണാൻ പോവാന്നും പറഞ്ഞ് ആ കൊളീഗ് എറിക്കയും കൂട്ടി ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് പോകുന്നു. എറിക്കയെ കാണുമ്പോഴേ അവളുടെ കൂടെ ആ ഒരു ഡെവിളിന്റെ പ്രസൻസ് ആ ഉസ്താദിന് ഫീൽ ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യം കുറച്ച് ഗൗരവമേറിയതാണെന്ന് മനസ്സിലാക്കുന്ന ഉസ്താദ് അവളോട് സംസാരിക്കുന്നു. തുടർന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവൾക്കൊരു വല്ലാത്ത സ്വപ്നം വരാറുണ്ട്. ആ സ്വപ്നത്തിൽ അവളൊരു ഡെവിൾ അവളുമായി വളരെ ക്ലോസ് ആയിരിക്കുന്ന കണക്കാണ് കാണുന്നത്. ഇപ്പൊ അവൾ പ്രഗ്നന്റ് ആണെന്ന് ഇടയ്ക്ക് അറിയുന്നു. പക്ഷെ പിന്നീട് അത് ഡോക്ടർ അങ്ങനെ ഒരു പ്രഗ്നൻസി ഇല്ലാന്ന് കൺഫേം ചെയ്യുന്നു. പക്ഷെ തനിക്ക് തന്റെ ശരീരത്തിൽ ഒരു കുഞ്ഞുള്ള കണക്ക് തന്നെ ഫീൽ ആവുന്നുണ്ട് എന്നൊക്കെ അവൾ ഇങ്ങനെ പറയുമ്പോഴേക്കും എന്തായാലും ഇതിനെപ്പറ്റി കാര്യങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കുന്ന ഉസ്താദ് ബാക്കി കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യാമെന്ന ആ ഒരു കാര്യം അറിയിച്ച് അതിന് എന്തിനി ചെയ്യണം എന്നതൊക്കെ തീരുമാനിക്കാൻ വേണ്ടി അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അന്നാകട്ടെ എറിക്ക അവളുടെ വീട്ടിലേക്ക് പോയ ശേഷം അവളുടെ കൊളീഗ് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന ടീം ആ ഒരു സാത്താൻ അവരെ വേട്ടയാടുന്നു. അവരെ അത് കൊടൂരമായി കൊലപ്പെടുത്തുകയാണ്. എറിക്കയും കൂട്ടി അവർ ഉസ്താദിന്റെ അടുത്തേക്ക് പോയതിനുള്ള പ്രതികാരമാകാം. എന്തായാലും വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന എറിക്ക തന്റെ ആ ഒരു കൊളീഗ് കൊടൂരമായി മരണപ്പെട്ട കണക്കൊരു സ്വപ്നം കണ്ട് വേഗം വെപ്രാളത്തിൽ അവരെ കാണാനായി വീടിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു പോകുമ്പോഴേക്കും അവർ മരിച്ചു. അത് വളരെ കൊടൂരമായ രീതിയിൽ ശരീരമൊക്കെ ചെതറി തെറിച്ച് മരിച്ചു കിടക്കുന്നു എന്നതാണ് അറിയുന്നത്. അവൾ ആകെപ്പാടെ തകർന്നു പോകുന്നുണ്ട്. കാരണം ഈ ഒരു മരണത്തിലും അവർ തന്നെ സഹായിച്ചതിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് കറക്റ്റ് ഈ കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ കണ്ടതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ ആകെ തകർന്നിരിക്കുമ്പോഴേക്കും അവൾ ഇവിടേക്ക് പോയതറിഞ്ഞ് അങ്ങോട്ടേക്ക് ഏരിയയിൽ എത്തുന്നുണ്ട്. തുടർന്ന് അവൻ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും അവളുടെ വയറൊരു ഗർഭിണിയുടെ വയറ് കണക്ക് വികസിച്ചിരിക്കുന്ന കാഴ്ച കാണുന്ന അവൻ ആകെ പേടിക്കുന്നു. അവൻ അതുകൊണ്ട് തന്നെ അവളോട് എന്ത് ഈ നടക്കുന്നതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കും അറിയില്ല, എനിക്ക് ഒരു ദുസ്വപ്നം വരാറുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും നാള് ജസ്റ്റ് ഒരു സ്വപ്നത്തിൽ ഒതുങ്ങി നിന്ന ആ ഒരു കാര്യം ഇപ്പോഴേ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞായി വളരുന്നു എന്നെല്ലാം അവൾ ടെൻഷനിൽ പറയുമ്പോൾ അങ്ങനെ ആ ഉസ്താദിന്റെ അടുത്തേക്ക് ഇറക്കിയും ഏരിയയിലും ഇവരുടെ ആ ഒരു സുഹൃത്തും കൂടി പോകുന്നുണ്ട്. ഉസ്താദിന് ഇവളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ചില ചടങ്ങുകളൊക്കെ ചെയ്യുകയും അവളുടെ ശരീരത്തിലുള്ള ആ ഒരു ഡെവിളിന്റെ പ്രസൻസിനെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഡെവിളാണ്. അത് ഭർത്താക്കന്മാരുമായി മാനസികമായോ ശാരീരികമായോ അടുപ്പോ ഇല്ലാതെ കഴിയുന്ന ഭാര്യമാരെ ടാർഗറ്റ് ചെയ്ത് ആ ഒരു അവസരം മുതലെടുത്ത് അവരെ തന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, അവരുടെ സ്വപ്നത്തിലൂടെ അവരെ യൂസ് ചെയ്യുന്ന ഒരു ഡെവിളാണ്. നമ്മള് ഗന്ധർവൻ എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് അതിന്റെ ഒക്കെ ഒരു കുറച്ചുകൂടെ എക്സ്ട്രീം വയലന്റ്
വയലന്റ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയാം. ഒരുവിധം ആ ഉസ്താദ് ആ ഒരു ഡെവിളിനെ തൽക്കാലത്തേക്ക് ഒഴിപ്പിക്കുന്നുണ്ട്. പക്ഷെ സൂക്ഷിക്കണം, ഇതിന്റെ എന്തെങ്കിലും ഒരു പ്രസൻസ് ഇനി ഫീൽ ചെയ്താൽ അത് അറിയിക്കണമെന്നും പറഞ്ഞ് അവർ വീട്ടിലേക്ക് വിടുന്നു. വീട്ടിൽ വന്ന ശേഷം ഇവരാകട്ടെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി നമുക്കിടയിൽ എത്താനായി ആരെയും സമ്മതിക്കരുത്, എല്ലാം നമുക്ക് ആദ്യം മുതൽ തുടങ്ങാമെന്ന രീതിക്ക് അവരുടെ ആ ഒരു ലൈഫ് ഹാപ്പിയായി സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവർ വളരെ സ്നേഹത്തോടെ ശാരീരികമായും മാനസികമായും വളരെ അടുപ്പത്തോടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഏതാണ്ട് ഒരു 14 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ഇതിനിടയിൽ ഒരു ദിവസം പോലും ആ ഒരു ഡെവിളിന്റെ സ്വപ്നം പിന്നീട് എറിക്കയ്ക്ക് വന്നിട്ടില്ല. അവൾ വളരെ ഹാപ്പിയായി ഏരിയലിന്റെ കൂടെ ജീവിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഏരിയലിന് ജോലി സംബന്ധമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. അവൻ പോകാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പോൾ അവളാകട്ടെ എനിക്കിപ്പോൾ ആ സ്വപ്നമൊന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് എന്റെ കാര്യം ആലോചിച്ച് പോവാതിരിക്കരുത്, പോണം, ജോലിയുടെ കാര്യമല്ലേ, പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഏരിയയിൽ പോയി എരിക്ക വീട്ടില് ഒറ്റയ്ക്കുള്ള സമയം അവൾക്ക് സത്യത്തിൽ പേടിയാവുന്നുണ്ട്. വീണ്ടും ആ ഡെവിൾ എങ്ങാനും ആകെ പേടിച്ച് അവൾ കുറെ നേരം ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ അന്ന് സംഭവിച്ചില്ല. അന്ന് നല്ല സുഖസുന്ദരമായി ഉറങ്ങി എണ്ണീറ്റ് അടുത്ത ദിവസം അവൾ ജോലി സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവിടെ ആകട്ടെ അവൾക്ക് ആകെപ്പാടെ പ്രശ്നമാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അവളുടെ ഓരോ കൊളീഗ്സും വളരെ കൊടൂരമായ രീതിയിൽ ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറി അവളോട് നീ എന്റെ ബ്രൈഡാണ്, എന്റേതാണ്, നീ ആർക്ക് നിന്നെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്റേതാണെന്നും പറഞ്ഞ് ആ ഒരു ഡെവിളിന്റെ ശബ്ദത്തിൽ ഇവരെല്ലാം അവൾക്ക് നേരെ ആക്രോശിക്കുമ്പോഴേക്കും പേടിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അങ്ങനെ വീട്ടിലെത്തുന്ന അവൾ വേഗം തന്നെ അവളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഫ്രണ്ടിന് ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. ഫ്രണ്ടിനോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏരിയൽ വിളിക്കുന്നത്. ഏരിയൽ എറിക്കയുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സുഹൃത്ത് പറയുമ്പോൾ നീ എന്തായാലും അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം, ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് വരാം. അവളെ അതിന്റെ ഇടയിൽ ഉറങ്ങാനേ സമ്മതിക്കരുത്. ഉറങ്ങുന്ന സമയത്താണ് അവളെ ആ ഒരു ഡെവിള് സ്വപ്നത്തിലെത്തി ആക്രമിക്കുന്നത്. അതിനവളെ ഉറക്കരുത്, അങ്ങനെ എങ്ങനെയും പിടിച്ചു നിർത്തണമെന്നല്ല ഏരിയലും പറയുന്നു. അങ്ങനെ ആ ഫ്രണ്ടും അവൾ ഉറങ്ങാതിരിക്കാനായി അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സംസാരം കേട്ട് പതിയെ അവൾ ഉറങ്ങിപ്പോകുന്നു. ഫ്രണ്ട് ഇത് കണ്ട് പെട്ടെന്ന് പേടിച്ചവളെ ഉണർത്താനായി നോക്കുമ്പോഴേക്കും അതിന് സാധിക്കുന്നില്ല. അതിനോടകം ആ ഒരു ഡെവിളാകട്ടെ ഈ ഫ്രണ്ട് അവളെ ഉറങ്ങാതെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കണ്ട് ആക്രമിച്ച് അങ്ങനെ ഉറക്കത്തിലായിട്ടുണ്ടായിരുന്ന എറിക്കയെ ആ ഒരു ഡെവിൾ അവളുടെ സ്വപ്നത്തിലൂടെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം അവൾ മുന്നത്തെ കണക്ക് തന്നെ അവൾ പ്രഗ്നന്റ് ആണ് എന്ന ആ ഒരു ചിന്തയിലേക്ക് എത്തുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു സ്വപ്നത്തിൽ നിന്ന് അവൾ ഞെട്ടി ഉണരാനായി ശ്രമിക്കുമ്പോഴേക്കും തന്റെ വയറ് വികസിച്ചിരിക്കുന്നത് കണ്ട് അവൾക്ക് സഹിക്കാനാവുന്നില്ല. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് വീണ്ടും താൻ അതേ അവസ്ഥയിൽ തന്നെയാണെന്ന് ആ ഒരു തോന്നൽ അവളെ വല്ലാതെ പേടിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വയറ്റിലുള്ള ഡെവിളിന്റെ കുഞ്ഞിനെ കൊല്ലണമെന്ന് കണക്ക് കൂട്ടുന്ന അവൾ വേഗം തന്നെ ഹാങ്കർ എടുത്ത് അതിന്റെ ആ ഒരു മൂർച്ചയുള്ള ഭാഗം അവളുടെ വയറ്റിൽ കുത്തിയിറക്കി വയറ്റിലുള്ള ആ ഡെവിളിന്റെ കുഞ്ഞിനെ കൊല്ലാനായി നോക്കുന്നു. പക്ഷെ അത് അവളെ തന്നെയാണ് മുറിപ്പെടുത്തുന്നത്. അങ്ങനെ രക്തം വാർന്നവൾ ബോധം കിടുമ്പോഴേക്കും അവളുടെ മനസ്സ് അപ്പോഴും ആ ഒരു സ്വപ്നലോകത്ത് ആ ഡെവിളിന്റെ അടുത്ത് കൂടിയും കിടക്കാണ്. ഈ സമയമാണ് അങ്ങോട്ടേക്ക് ഏരിയൽ വരുന്നത്. കൂടെ ഉസ്താദും ആളുകളും ഉണ്ട്. അവർ വന്ന് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അവളെ സ്വപ്നലോകത്ത് നിന്ന് കൊണ്ടുവരാനായി നോക്കുന്നു. പക്ഷെ കുറെ ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നേയില്ല. അവളെ പൂർണ്ണമായും ആ ഒരു ഡെവിള് കീഴ്പ്പെടുത്തുന്നു എന്ന് ഇവർക്ക് തോന്നുമ്പോഴേക്കും പ്രതീക്ഷയെല്ലാം തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആ സമയം ഏരിയലിന് ഭയങ്കര സങ്കടം. പ്രണയിച്ചിരുന്ന സമയത്ത് എത്ര മനോഹരമായ ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്നവരാണ് രണ്ടുപേരും. പക്ഷെ കല്യാണം കഴിച്ച ശേഷം അവൾക്ക് വേണ്ട കെയർ ഒന്നും തനിക്ക് നൽകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അവളെ തനിക്കിപ്പോ ഇങ്ങനെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് കുറ്റബോധം വരുന്ന അവൻ അവളുടെ അടുത്തിരുന്ന് കരയുന്നുണ്ട്. ഒരു അവസരം കൂടി തനിക്ക് തരാനായി അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഇവിടെ കിടന്ന് കരയുന്ന ആ ഒരു കരച്ചില് ആ ഡെവിളിന്റെ അടുത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന എറിക്ക കേൾക്കുകയും അവൾക്കും തിരിച്ച് അവന്റെ അടുത്തേക്ക് പോകണമെന്ന അതിയായ ആഗ്രഹം തോന്നുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉസ്താദും ആളുകളും ചൊല്ലിക്കൊണ്ടിരുന്ന മന്ത്രങ്ങൾ അതേപടി ഡെവിളിന്റെ അടുത്തുണ്ടായിരുന്ന എറിക്ക ഏറ്റു പറയുമ്പോഴേക്കും ആ ഒരു മന്ത്രത്തിന്റെ ശക്തിയിൽ ഡെവിളിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട ആ ഒരു സ്വപ്നലോകത്ത് നിന്ന് റിയാലിറ്റിയിലേക്ക് എത്താനായി എറിക്കയ്ക്ക് സാധിക്കുന്നു. അങ്ങനെ എറിക്കയെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഏരിയലിന് ലാസ്റ്റ് മൊമെന്റ് അവളെ കിട്ടിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിൽ ഇനി ഒരിക്കലും അവൾക്ക് വേണ്ട കെയറും സ്നേഹവും നൽകി അവളെ കൂടെ നിർത്തുക എന്നതല്ലാതെ എത്ര തിരക്കുണ്ടെങ്കിലും അവളെ അകറ്റുന്ന രീതിയിൽ തന്റെ ഭാഗത്ത് നിന്ന് ഒരു പെരുമാറ്റവും ഉണ്ടാവില്ല. തങ്ങൾ ഇനി മനോഹരമായ ഒരു ലൈഫ് ആദ്യം മുതൽ ജീവിച്ചു തുടങ്ങുമെന്ന ഒരു തീരുമാനമെടുത്ത് ഒന്നിച്ചിരിക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഹൊറർ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നത്. ജീവിതത്തിലെ റിലേഷൻഷിപ്പിന് വേണ്ട വാല്യൂ കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ പല പ്രശ്നങ്ങളും സംഭവിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.